ഇന്ത്യയിൽ ഓരോ 20 മിനിറ്റിലും ഓരോ സ്ത്രീകൾ വെച്ച് നശിപ്പിക്കപ്പെടുകയാണ്. ശക്തമായ നിയമം വരാത്തതുകൊണ്ട് തന്നെ ഇന്നും അത് തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അത്തരത്തിൽ അർദ്ധരാത്രി ഒരു ടീച്ചറിന് തൻ്റെ ജീവിതം നഷ്ടമാവുകയാണ്. 5 പേരാൽ പിച്ച് ചീന്തപ്പെട്ട് മുഖവും ചതയ്ക്കപ്പെട്ട് തൻ്റെ മനസമാധാനവും നഷ്ടമായി മറ്റൊരു ട്രോമയിലേക്ക് തള്ളിവിടപ്പെടുകയാണ് ഒരു അധ്യാപിക. അത്തരമൊരു അധ്യാപികയുടെയും അവർക്ക് നീതി വാങ്ങുവാനായിട്ട് പോരാടുന്ന വക്കീലിന്റെയും കഥ പറയുന്ന അസി എന്ന ഹിന്ദി സിനിമയുടെ കഥ നോക്കിയാലോ? വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് വീഡിയോ കാണുന്ന കൂട്ടുകാർ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണാനും കമന്റ് സെക്ഷനിലെ ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുതേ. ഇന്നത്തെ വീഡിയോയിൽ കറക്റ്റ് സീനൊന്നും ആഡ് ചെയ്തിട്ടില്ല. കഥ അറിഞ്ഞാൽ മതി എന്നുള്ളവർ മാത്രം കാണുക, ഇല്ലാത്തവർ സ്കിപ്പ് ചെയ്യണേ. കഥ തുടങ്ങുമ്പോൾ മുംബൈ സിറ്റിയിലെ ഒരു റെയിൽവേ സ്റ്റേഷനാണ് കാണിക്കുന്നത്. അതിരാവിലെ തന്നെ സ്റ്റേഷനിലേക്ക് വന്നവർ കാണുന്ന കാഴ്ച റെയിൽവേ ട്രാക്കിന്റെ പരിസരത്തായിട്ട് വിവസ്ത്രയാക്കപ്പെട്ട് ബോധമറ്റ് രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന ഒരു സ്ത്രീയെ കാണുന്നു. ഉടനെ തന്നെ പോലീസിൽ വിവരം അറിയിക്കും. പോലീസുകാർ അവിടെ എത്തി ആ സ്ത്രീയെ ഹോസ്പിറ്റലിലേക്കും കൊണ്ടുപോവുകയാണ്. ഹോസ്പിറ്റലിലെത്തി പരിശോധനയ്ക്കൊടുവിലാണ് 5 പേർ ചേർന്നവരെ ക്രൂരമായിട്ട് ബലാത്സംഗം ചെയ്തു എന്നുള്ള കാര്യം പോലീസുകാർ അറിയുന്നത്. അവരുടെ മുഖം ചതയ്ക്കപ്പെട്ട അവസ്ഥയിലാണ്. മുഖം വികൃതമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് 5 പേരും അങ്ങനെ ചെയ്തിരിക്കുന്നത്. ഇന്ത്യയിൽ ഓരോ 20 മിനിറ്റും ഓരോ സ്ത്രീകൾ വെച്ച് റേപ്പ് ചെയ്യപ്പെടുകയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സ്ത്രീ ആരാണെന്ന് കാണിക്കുന്നത്. അവരുടെ പേര് പാരീമ. പാരീമ ഒരു സ്കൂൾ ടീച്ചറാണ്. മാത്രമല്ല സന്തോഷം നിറഞ്ഞ ഒരു ചെറിയൊരു കുടുംബവും അവർക്കുണ്ട്. ഭർത്താവും 2 മക്കളും ചേർന്ന സന്തോഷം നിറഞ്ഞ കുടുംബമാണ് പാരിമയ്ക്കുള്ളത്. ഒരാൺകുഞ്ഞും ഒരു പെൺകുഞ്ഞും. ഭർത്താവാണെങ്കിലോ ഒരു കട നടത്തുകയാ. എന്നത്തെയും പോലെ സ്കൂളിലേക്ക് സന്തോഷത്തോടു കൂടിയാണ് പാരിമ പോകുന്നതും. പാരിമയാണെങ്കിൽ ടീച്ചറായതുകൊണ്ട് തന്നെ ആ ജോലി പാരിമയ്ക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഇഷ്ടപ്പെട്ടാണ് അവൾ ആ ജോലി ചെയ്യുന്നതും. അന്നേ ദിവസം പാരിമയെ അവരുടെ ഹസ്ബൻഡ് ജോലിക്ക് കൊണ്ടുവന്നാക്കിയതിനു ശേഷം കടയിലേക്ക് പോകുന്നു. പാരിമ പതിവ് പോലെ ജോലിക്ക് കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്നുണ്ട്. മാത്രമല്ല അന്നേ ദിവസം വൈകിട്ട് അവരുടെ ഒരു ബന്ധുവിന്റെ കല്യാണ ഫംഗ്ഷൻ നടക്കുകയാ. ഫംഗ്ഷനിൽ പങ്കെടുക്കുവാനായിട്ട് പാരിമയും കുടുംബവും പോകുന്നുണ്ട്. പാരിമ അതിൽ സന്തോഷത്തോടു കൂടി ഡാൻസ് ഒക്കെ കളിക്കുകയാണ്. അത് അവളുടെ ഹസ്ബൻഡും ശ്രദ്ധിക്കുന്നു. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് തൻ്റെ ഭാര്യയെ അത്രയ്ക്കും സന്തോഷത്തോടു കൂടി ഭർത്താവ് കാണുന്നതും. ഫംഗ്ഷനൊക്കെ കഴിഞ്ഞ് പോകുവാനായി ഇറങ്ങുന്ന സമയം ഭർത്താവ് പറയുന്നുണ്ട്, നീ ഒരുപാട് ഹാപ്പി അല്ലായിരുന്നോ? അതുകൊണ്ട് നീ ഒരുപാട് നേരം ഇവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷം വന്നാൽ മതി. ഞാൻ മക്കളെയും കൊണ്ട് വീട്ടിലേക്ക് പോകാമെന്നും ഹസ്ബൻഡ് പറയുന്നു. ഭർത്താവ് അങ്ങനെ പറഞ്ഞതുകൊണ്ട് തന്നെ പാരിമ പാർട്ടി എൻജോയ് ചെയ്യുന്നു. പാർട്ടിയെല്ലാം കഴിഞ്ഞ് ഒരുപാട് ലേറ്റ് ആയിട്ടാണ് അവിടെ നിന്നും പാരിമ പോകുവാനായി ഇറങ്ങുന്നത്. വിജനമായ റോഡിൽ കൂടി ഒറ്റയ്ക്ക് നടന്നു വരികയായിരുന്നു പാരിമ. എന്നാൽ അവരെ ഫോളോ ചെയ്ത് ഒരു വൈറ്റ് കളർ കാർ ഉണ്ടായിരുന്നു. അത് പാരിമയ്ക്ക് മനസ്സിലാകുന്നുണ്ട്. പാരിമ വേഗം അവിടെ നിന്ന് നടന്നു പോകുവാനായി ശ്രമിക്കും. എന്നാൽ ആ കാർ അവരെ ഫോളോ ചെയ്ത് വരികയും ഒരു ഘട്ടത്തിൽ കാറിൽ നിന്നിറങ്ങിയ 4 പേർ പാരിമയെ ബലമായിട്ട് കാറിലേക്ക് പിടിച്ചു കയറ്റുകയാണ്. പാരിമയുടെ ഷോളും വലിച്ചൂരി കളഞ്ഞതിനു ശേഷമാണ് അവളെ കാറിലേക്ക് കയറ്റിയതും. എന്നിട്ട് ആ കാർ അവിടെ നിന്ന് പോവുകയും ചെയ്തു. ഒരുപാട് നേരമായിട്ടും പാരിമയെ കാണാത്തതിൻ്റെ ടെൻഷനായിരുന്നു ഹസ്ബൻഡിന്. തൻ്റെ ഭാര്യയ്ക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് അയാൾക്കറിയത്തില്ലല്ലോ. എന്നാൽ അതേസമയം പാരിമയെ കാണിക്കുന്നു. പാരിമയെ ആ കാറിലുണ്ടായിരുന്ന 4 പേരും ഡ്രൈവർ ഉൾപ്പെടെ 5 പേർ ചേർന്ന് ക്രൂരമായിട്ട് റേപ്പ് ചെയ്യുന്നു. ഒരു മനസാക്ഷി പോലും കാണിക്കാതെയാണ് അവളെ റേപ്പ് ചെയ്തിരിക്കുന്നതും. ഓരോരുത്തരായി വന്ന് കാറിന്റെ പിൻസീറ്റിലിട്ടാണ് പാരിമയെ ക്രൂരമായി റേപ്പ് ചെയ്യുന്നത്. കൂട്ടത്തിലൊരാളാണെങ്കിലോ അതെല്ലാം വീഡിയോ എടുത്ത് രസിക്കുന്നുമുണ്ട്. അന്നേ ദിവസം രാത്രി മുഴുവനും അവളെ അതിലിട്ട് ക്രൂരമായി റേപ്പ് ചെയ്തു. ഒരു ഗ്യാപ്പ് പോലും കൊടുക്കാതെയാണ് ഓരോരുത്തരായി വന്ന് അവളെ റേപ്പ് ചെയ്തുകൊണ്ടേയിരുന്നതും. മാത്രവുമല്ല ഭാര്യയെ കാണാത്തത് കൊണ്ട് തന്നെ ഭർത്താവ് ഫോൺ വിളിക്കുമ്പോഴും ആ കോളൊന്ന് അറ്റൻഡ് ചെയ്യുവാനോ അതിനൊന്നും പാരിമയ്ക്ക് കഴിഞ്ഞതേയില്ല. അത്രയ്ക്കും ബലമായിട്ടാണ് അവൾ അവരോട് ക്രൂരമായി പെരുമാറിക്കൊണ്ടേയിരുന്നതും. മാത്രവുമല്ല പാരിമയാണെങ്കിൽ ആകെ അവശയുമായിരുന്നു. അവളുടെ ദേഹം മുഴുവനും മുറിവുകളും ബ്ലഡും ഒക്കെയാണ്. കൂടാതെ മുഖം അറിയുവാതിരിക്കുവാൻ വേണ്ടിയിട്ട് മുഖവും അവർ ഇടിച്ച് ചതയ്ക്കുകയുണ്ടായി. അത്രയും ക്രൂരമായിട്ട് അവളെ പെരുമാറിയതിനു ശേഷം രാത്രി മുഴുവൻ അവളെ നശിപ്പിച്ചതിന് ശേഷം വെളുപ്പാങ്കാലമായപ്പോഴോ അവളെ കൊണ്ടുവന്ന് റെയിൽവേ ട്രാക്കിനടുത്തായിട്ട് ഉപേക്ഷിക്കുകയാണ് ചെയ്തത്. എന്നിട്ട് അവരാണെങ്കിൽ ആ കാറും കൊണ്ടുവന്ന് കാറും ഉപേക്ഷിച്ചു. തെളിവൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് തെളിവെല്ലാം നശിപ്പിച്ചതിന് ശേഷം ഒരു ടെക്സ്റ്റൈൽസിൽ ചെന്ന് പുതിയ ഡ്രസ്സും വാങ്ങി അവരിട്ടിരുന്ന ആ ഒരു ഡ്രസ്സും കത്തിച്ചു കളഞ്ഞതിന് ശേഷമാണ് ആ 5 പേരും അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നതും. പാരിമയാണെങ്കിലോ ഒന്ന് എഴുന്നേൽക്കാനോ ഒന്നും കഴിയാതെ ഒരു ജഡം പോലത്തെ അവസ്ഥയിൽ റെയിൽവേ ട്രാക്കിന്റെ പരിസരത്ത് കിടക്കുന്നു. ആ ഒരു കോലത്തിലാണ് റെയിൽവേ സ്റ്റേഷനിൽ വന്നവർ പാരിമയെ കണ്ടതും പോലീസിൽ വിവരമറിയിച്ചതും. അതാണ് സിനിമയുടെ തുടക്കത്തിൽ കാണിച്ചത്. പാരിമയെ കാണാത്തത് കൊണ്ട് തന്നെ അവളുടെ ഹസ്ബൻഡ് അവളെ അന്വേഷിക്കുകയാണല്ലോ. രാത്രി മുഴുവൻ തന്റെ ഭാര്യ
വീട്ടിലേക്ക് വന്നിട്ടുമില്ല. എന്നാൽ പാരിമയുടെ ഭർത്താവിന് കോള് ചെല്ലുകയാണ്, അതും ഹോസ്പിറ്റലിൽ നിന്നും. ഉടനെ തന്നെ പാരിമയുടെ ഹസ്ബൻഡ് ഹോസ്പിറ്റലിലേക്കും എത്തുന്നു. തൻ്റെ ഭാര്യയുടെ അവസ്ഥ കണ്ട് അയാൾ ആകെ തകർന്നു പോവുക. മാത്രമല്ല അവരുടെ 8 വയസ്സായ മകനും തൻ്റെ അമ്മയ്ക്ക് എന്ത് പറ്റി, ആരാ അമ്മയോട് ഇങ്ങനെ ചെയ്തതെന്നൊക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കുന്നു. പാരിമയുടെ ഹസ്ബൻഡ് എന്ത് മറുപടി പറയാനാ, ആകെ തകർന്ന അവസ്ഥയിൽ നിൽക്കുകയാണ്. അത്രയും ക്രൂരമായി ഉപദ്രവിക്കപ്പെട്ട നിലയിലായിരുന്നു പാരിമ ഉണ്ടായിരുന്നതും. പാരിമയെ കാണുന്നതിനനുസരിച്ച് ഹസ്ബൻഡ് ആകെ തകർന്നു പോവുകയാ. പാരിമയുടെ കേസെടുത്ത പോലീസ് സീരിയസ് ആയിട്ട് തന്നെയാണ് കേസ് അന്വേഷിക്കുന്നതും. ആദ്യം കണ്ടെത്തിയത് ഉപേക്ഷിക്കപ്പെട്ട ആ ഒരു വെള്ള വണ്ടിയാണ്. വണ്ടിയെക്കുറിച്ച് കൂടുതലായി അന്വേഷിക്കുന്നതിൽ നിന്നും പാരിമയെ റേപ്പ് ചെയ്ത 5 പേരെയും ഓരോരുത്തരെയായിട്ട് പോലീസ് പിടികൂടുകയാണ്. എന്നാൽ പോലീസ് കൊണ്ടുവന്ന് ചോദ്യം ചെയ്യുന്ന സമയത്ത് അവരൊന്നും തന്നെ മറുപടി പറയുന്നതേയില്ല. കാരണം അവർക്കെതിരായിട്ടുള്ള ഒരു തെളിവുമില്ലല്ലോ. അതിന്റെ ധൈര്യമാണ് അവർക്ക്. തെളിവില്ലാത്തത് കൊണ്ട് തന്നെ രക്ഷപ്പെട്ടു പോകാമെന്നൊരു ധൈര്യം 5 പേർക്കും ഉണ്ടായിരുന്നു. എന്നാൽ മറ്റൊരു വശത്ത് പാരിമയുടെ ഭർത്താവ് വർക്ക് ചെയ്യുന്ന ആ ഒരു ഡിപ്പാർട്ട്മെന്റൽ സ്റ്റോറിലെ അവിടെ തന്നെയാണ് പാരിമയുടെ ഹസ്ബൻഡിന്റെ കൂട്ടുകാരനായ കാർത്തികും വർക്ക് ചെയ്യുന്നത്. കാർത്തിക് ആണെങ്കിൽ പാരിമയുടെ ഈ ഒരു അവസ്ഥ അറിഞ്ഞ് ആകെ തകർന്നു പോകുന്നു. കാർത്തിക് ഇങ്ങനെ ആകാൻ കാരണമുണ്ട്. എന്തെന്നാൽ ഈ സംഭവമൊക്കെ ഉണ്ടാകുന്നതിന് കുറച്ചുനാൾ മുൻപ് കാർത്തികിന്റെ വൈഫും റോഡ് ക്രോസ് ചെയ്യുകയായിരുന്നു. എന്നാൽ ഒരു വണ്ടി വന്ന് കാർത്തികിന്റെ വൈഫിനെ ഇടിച്ചു തെറിപ്പിച്ചു. അതിൽ കാർത്തികിന്റെ വൈഫ് മരണപ്പെട്ടു പോവുകയുണ്ടായി. അതിന്റെ കേസ് ഇപ്പോഴും നടക്കുകയാണ്. പക്ഷേ തെളിവൊന്നുമില്ലാത്തത് കൊണ്ടും മാത്രവുമല്ല ആ വണ്ടി ഓടിച്ചിരുന്നാൽ ഒരുപാട് കാശുകാരനായതുകൊണ്ട് തന്നെ ആ ഒരു കേസ് തേഞ്ഞുമാഞ്ഞു പോവുകയാണ് ചെയ്തതും. അതുപോലെ തന്നെ പാരിമയുടെ കേസും ആകുമോ എന്ന ടെൻഷനായിരുന്നു കാർത്തികിനും. മനുഷ്യ മൃഗങ്ങൾ ചേർന്ന് പാരിമയെ പിച്ചു ചീന്തിയതിൽ അവന്മാരെ കൊല്ലണമെന്ന വാശിയിൽ നിൽക്കുകയാണ് പാരിമയുടെ ഹസ്ബൻഡും കൂട്ടുകാരനായ കാർത്തിക്കും. അതെല്ലാം ഒരു വശത്ത് നടക്കവേ മറ്റൊരു വശത്ത് പാരിമയുടെ കേസ് കോടതിയിലേക്ക് എത്തുകയാണ്. പാരിമയ്ക്ക് വേണ്ടിയിട്ട് വാദിക്കുവാനായി എത്തിയിരിക്കുന്നതോ അഡ്വക്കേറ്റ് ആയിട്ടുള്ള രാവിയും. എന്നാൽ അതിൽ 4 ആൺകുട്ടികളും അത്യാവശ്യം നല്ല കാശുള്ള വീട്ടിലെയാ. അതിലൊരു പയ്യന്റെ അച്ഛനാണെങ്കിൽ എങ്ങനെയെങ്കിലും തന്റെ മകനെ പുറത്തിറക്കണമെന്ന വാശിയിലും. അതിനു വേണ്ടിയിട്ട് വലിയ ഫേമസ് ആയിട്ടുള്ള ഒരു വക്കീലിനെയാണ് ഹാജരാക്കിയിരിക്കുന്നതും. ആ ഒരു വക്കീലാണെങ്കിലോ ഈ പയ്യന്മാരെയെല്ലാം ജാമ്യത്തിലെടുക്കുവാനായിട്ട് ട്രൈ ചെയ്യുന്നു. പ്രതികൾക്കെതിരായ തെളിവുകളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ അവർക്ക് ജാമ്യം കൊടുക്കണമെന്നാണ് പ്രതികളുടെ വക്കീൽ ആവശ്യപ്പെടുന്നത്. എന്നാൽ രാവി പറയുന്നത് ഇരയ്ക്ക് ഇതുവരെയും ബോധം വീണിട്ടില്ല. ബോധം വന്നതിന് ശേഷം അവർ പ്രതികളെ തിരിച്ചറിയട്ടെ, അതുവരെ ജാമ്യം കൊടുക്കരുതെന്നും ആവശ്യപ്പെടുന്നു. റാവി പറഞ്ഞതുപോലെ തന്നെ അവർക്ക് ജാമ്യം കിട്ടാതാവുകയാണ്. എന്നാൽ മറ്റൊരു വശത്ത് പോലീസ് ഉദ്യോഗസ്ഥരാണെങ്കിൽ ഈ പയ്യന്മാർക്കെതിരായിട്ടുള്ള തെളിവ് കണ്ടെത്തുവാനായിട്ട് പറ്റുന്ന വിധം ശ്രമിക്കും. പക്ഷേ ഒരു തെളിവും കിട്ടുന്നതേയില്ല. അവരെല്ലാം നല്ല ബുദ്ധിപൂർവ്വം നശിപ്പിച്ചിരുന്നല്ലോ. പാരിമ പതിയെ പതിയെ ജീവിതത്തിലേക്ക് തിരികെ വരികയാണ്. പാരിമയ്ക്ക് കോൺഷ്യസ് വീണതും പോലീസ് ഉദ്യോഗസ്ഥരാണെങ്കിലോ സ്റ്റേറ്റ്മെന്റ് എടുക്കുവാനായിട്ടും വരുന്നു. അങ്ങനെ പാരിമയാണെങ്കിൽ അന്നേ ദിവസം രാത്രി തനിക്ക് സംഭവിച്ച എല്ലാ കാര്യങ്ങളും പോലീസുകാരോട് തുറന്നു പറയുകയാണ്. പാരിമ പറയുന്ന ഓരോ വാക്കുകളും കേട്ട് പോലീസുകാരുടെ ഹൃദയം വരെ തകർന്നു പോയി. കാരണം അത്രയ്ക്കും ക്രൂരമായിട്ടാണ് ആ മനുഷ്യമൃഗങ്ങൾ അവളെ വേട്ടയാടിയിരിക്കുന്നതും. മാത്രമല്ല പാരിമ ഒരു കാര്യം കൂടി പറയുന്നു. 4 പയ്യന്മാർ മാത്രമല്ല എന്നെ ക്രൂരമായി റേപ്പ് ചെയ്തത്, അവരുടെ കൂട്ടത്തിൽ ഒരു ഡ്രൈവർ കൂടിയുണ്ട്. അയാളും എന്നെ റേപ്പ് ചെയ്തുവെന്നും പാരിമ കരഞ്ഞുകൊണ്ട് പറയുന്നു. അതെല്ലാം കേട്ട പോലീസ് ഉദ്യോഗസ്ഥരാണെങ്കിൽ ഇനി ഇന്ത്യയിൽ ഒരു പെണ്ണിനും ഇതുപോലെ സംഭവിക്കാൻ പാടില്ല. അതിനു വേണ്ടിയിട്ടുള്ള ശിക്ഷ അവർക്ക് വാങ്ങിക്കൊടുക്കണം. അതിനു വേണ്ടിയിട്ട് ഇവർക്കെതിരായിട്ടുള്ള എവിഡൻസ് എങ്ങനെയെങ്കിലും കളക്ട് ചെയ്യണമെന്നും പോലീസ് ഉദ്യോഗസ്ഥരും തീരുമാനിക്കുന്നു. അങ്ങോട്ടുള്ള ദിവസങ്ങളെല്ലാം പാരിമയ്ക്ക് വേദന നിറഞ്ഞതായിരുന്നു. മാത്രമല്ല ഓരോ രാത്രിയും അവൾ പേടിപ്പിക്കുന്ന സ്വപ്നങ്ങളൊക്കെ കണ്ട് ഞെട്ടി ഉണരുവാനായും തുടങ്ങി. അവൾക്ക് വല്ലാത്തൊരു മാനസികാവസ്ഥയാ. ആകെ തകർന്നു പോയ അവസ്ഥയിലിരിക്കുന്നു. അവളെ സമാധാനിപ്പിച്ച് അവൾക്കൊപ്പം നിൽക്കുന്നതോ അവളുടെ ഹസ്ബൻഡുമാണ്. സന്തോഷം നിറഞ്ഞ പാരിമയുടെ കുടുംബജീവിതം ഇപ്പോൾ നരകതുല്യമായി മാറിയിരിക്കുകയാണ്. എന്നാൽ മറ്റൊരു വശത്ത് പോലീസുകാർ എത്ര തന്നെ എവിഡൻസ് കളക്ട് ചെയ്യുവാനായിട്ട് ശ്രമിച്ചിട്ടും നടക്കുന്നതേയില്ല. വീണ്ടും അടുത്ത ഹിയറിങ്ങിനായിട്ട് എത്തുകയാണ്. പ്രതികളുടെ വക്കീലാണെങ്കിലോ എങ്ങനെയെങ്കിലും അവർക്ക് ജാമ്യം വാങ്ങി കൊടുക്കുവാനായിട്ടും ശ്രമിക്കുന്നുണ്ട്. മാത്രമല്ല പ്രതികളുടെ വക്കീൽ പറയുന്നത് അന്നേ ദിവസം ഇവർ 4 പേരും ഒരു മാരേജ് ഫംഗ്ഷനിൽ പങ്കെടുക്കുവാനായി പോയി എന്ന് പറഞ്ഞ് അതിന്റെ ഫോട്ടോസൊക്കെ കാണിച്ചു കൊടുക്കുന്നു. എന്നാൽ എത്ര തന്നെ റാവി അതിനെ എതിർക്കുവാനായിട്ട് ശ്രമിച്ചിട്ടും നടക്കുന്നതേയില്ല. അതിനെതിരായിട്ട് ഒരു തെളിവ് പോലും റാവിക്ക് കിട്ടിയതുമില്ല. തെളിവുകളൊന്നുമില്ലാത്തത് കൊണ്ട് തന്നെ ഇവർ കുറ്റം ചെയ്തിട്ടില്ല. തന്റെ കക്ഷിക്ക് ജാമ്യം അനുവദിക്കണമെന്നും പ്രതികളുടെ വക്കീൽ വാദിക്കുന്നു. അവസാനം അവർക്ക് ജാമ്യം കിട്ടുകയാണ്. ഒന്നും ചെയ്യാത്തതുപോലെ തന്നെ 4 പേരും സന്തോഷത്തോടു കൂടി ജാമ്യത്തിൽ പുറത്തിറങ്ങുന്നു. എന്നാൽ ഈ മനുഷ്യ മൃഗങ്ങൾ കാരണം പാരിമയ്ക്കുണ്ടായ ട്രോമയിൽ നിന്നും പുറത്തു വരുവാനായിട്ട് പാരിമയ്ക്ക് കഴിയുന്നുണ്ടായിരുന്നില്ല. പാരിമയ്ക്ക് എങ്ങനെയെങ്കിലും നീതി വാങ്ങി കൊടുക്കണമെന്നും റാവി തീരുമാനിക്കുന്നു. അതിനു വേണ്ടിയിട്ട് അവൾ ഒരുപാട് കഷ്ടപ്പെടുകയും ചെയ്യുന്നുണ്ട്. മറ്റൊരു വശത്ത്
ഈ 4 പയ്യന്മാരെയും ജാമ്യത്തിൽ ഇറക്കിയത് കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു പയ്യന്റെ അച്ഛനാണല്ലോ. അയാൾ നല്ല കാശുള്ള ആളായതുകൊണ്ടാണ് ഇന്ത്യയിലെ തന്നെ ഫേമസ് ആയിട്ടുള്ള വക്കീലിനെ നിയമിച്ചതും. ജാമ്യത്തിലിറങ്ങി തന്റെ മകനെ വീട്ടിലേക്ക് കൊണ്ടുവരികയാണ് അച്ഛൻ. വീട്ടിൽ വന്ന ഉടനെ തന്നെ അവന്റെ കയ്യിൽ ഗൺ കൊടുത്തിട്ട്, ഇതിനേക്കാൾ നല്ലത് നീ ഞങ്ങളെയൊക്കെ അങ്ങ് കൊന്നുകളയുന്നതാണെന്ന് അച്ഛൻ പറയുന്നുണ്ട്. അവിടേക്ക് എത്തുന്ന ആ പയ്യന്റെ അമ്മ ചോദിക്കുക, എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? നമ്മുടെ മകൻ ഒരു തെറ്റും ചെയ്തില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ, നിന്നോട് ഒരു കുഞ്ഞിനെ പ്രസവിക്കാൻ പറഞ്ഞപ്പോൾ നീ ഒരു രാക്ഷസനെയല്ലേ പ്രസവിച്ച് വെച്ചിരിക്കുന്നത്? ഇവൻ തന്നെയാണ് ആ പെൺകുട്ടിയെ ക്രൂരമായി റേപ്പ് ചെയ്തത്. ഞാൻ ഓരോരുത്തരുടെയും വായിൽ കാശ് തിരികിയിട്ട ഇവനെ ഞാൻ പുറത്തിറക്കിയത്. അല്ലാതെ ഇവൻ നല്ലവനൊന്നും അല്ല എന്ന് അച്ഛൻ പറയുന്നുണ്ട്. അത് കേട്ടതും അമ്മ ഷോക്കായി പോകുന്നു. തൻ്റെ മകൻ ഇത്രയും വലിയ ക്രൂരത ചെയ്തെന്നറിഞ്ഞിട്ടും അമ്മ തൻ്റെ മകന് വേണ്ടിയിട്ടാണ് സംസാരിക്കുന്നത്. അവന് വെറും 19 വയസ്സല്ലേ ആയിട്ടുള്ളൂ. അവൻ ഈ ഒരു കേസിൽപ്പെട്ട് അകത്ത് പോകരുത്. അതിനു മുൻപ് അവനെ രക്ഷിക്കണം. ഇതോടുകൂടി അവൻ്റെ ഭാവി നശിക്കരുതെന്നും അമ്മ പറഞ്ഞ് കരയുകയാണ്. മറ്റൊരു വശത്ത് ജാമ്യം കിട്ടി പുറത്തിറങ്ങിയത് കൊണ്ട് തന്നെ 4 പേരിൽ ഒരാളാണെങ്കിൽ സന്തോഷത്തോടു കൂടി ചുറ്റിത്തിരിഞ്ഞ് നടക്കുകയാ. ഇനി എന്തായാലും ഈ കേസ് ഒന്നും ആകാൻ പോകുന്നില്ല. ഇത് തേഞ്ഞുമാഞ്ഞ് തന്നെ പോകും. നമുക്കിങ്ങനെ കൂളായിട്ട് നടക്കാമെന്ന മട്ടില് അവൻ ചുറ്റിത്തിരിഞ്ഞ് നടക്കുകയാ. എന്നാൽ അതേ സമയം തന്നെയായിരുന്നു ഒരു ദുരൂഹത നിറഞ്ഞ മനുഷ്യൻ കറുത്ത കൊടയും പിടിച്ച് CC ക്യാമറ എല്ലാമുള്ള സ്ഥലത്തെത്തുമ്പോൾ കുട മറച്ചുകൊണ്ട് നടന്നു പോകുന്നത്. അയാൾ നേരെ എത്തുന്നത് ഈ സന്തോഷത്തോടു കൂടി ആടിപ്പാടി നടക്കുന്ന 4 പേരിൽ ഒരാൾക്കടുത്തേക്ക്. അവൻ അടുത്തെത്തുന്നതും അയാളാണെങ്കിൽ തൻ്റെ കയ്യിലിരുന്ന തോക്കെടുത്ത് അവന് വെടിവെച്ച് കൊന്നുകളയുന്നു. അടുത്ത ദിവസം നാടറിയുന്നത് ഈ പയ്യന്റെ മരണവാർത്തയാണ്. ജനങ്ങളെല്ലാവരും സന്തോഷത്തോടു കൂടിയാണ് ആ ഒരു വാർത്ത സ്വീകരിച്ചത്. സ്ത്രീകളോട് ഇങ്ങനെ ചെയ്യുന്നവർക്ക് ഈ ശിക്ഷ തന്നെയാണ് കിട്ടേണ്ടത്. ഇങ്ങനെയുള്ള അംബ്രല്ല മാൻ എന്തായാലും ലോകത്ത് വേണം. എങ്കിൽ മാത്രമേ എല്ലാവർക്കും നീതി കിട്ടൂ എന്നാണ് ജനങ്ങൾ പറയുന്നതും. TV ചാനലിലൊക്കെ ഈ ഒരു വാർത്തയാണ് കാണിച്ചുകൊണ്ടേയിരിക്കുന്നതും. അങ്ങനെ ആ ഒരു അംബ്രല്ല മാൻ ഫേമസ് ആവുകയാണ്. പക്ഷേ ഇതെല്ലാം രാവി കാണുന്നുണ്ട്. രാവിക്ക് അതൊട്ടും ഇഷ്ടമാകുന്നതേയില്ല. എങ്ങനെയെങ്കിലും പാരിമയ്ക്ക് നീതി വാങ്ങിക്കൊടുക്കണം, അതും നിയമം വഴി തന്നെ പോരാടണമെന്നാണ് രാവിയുടെ തീരുമാനവും. അതിനു വേണ്ടിയിട്ടാണ് രാവി ശ്രമിക്കുന്നത്. അങ്ങനെയിരിക്കെ ഒരു ദിവസം 4 പേരിൽ ഒരാൾ മരണപ്പെട്ടല്ലോ. 3 പേരിൽ ഒരാളാണെങ്കിൽ തൻ്റെ ഗേൾഫ്രണ്ടിനൊപ്പം പാർട്ടിക്ക് കഴിഞ്ഞ് അർദ്ധരാത്രി വരികയായിരുന്നു. എന്നാൽ അതേ സമയം തന്നെയായിരുന്നു ആ അംബ്രല്ല മാൻ CC ക്യാമറയിലൊന്നും താൻ പെടാതിരിക്കുവാൻ വേണ്ടിയിട്ട് കറുത്ത കുട കൊണ്ട് മുഖവും മറച്ചുകൊണ്ട് വരുന്നത്. അയാളാണെങ്കിലോ ആ പയ്യനെയും വെടിവെച്ച് കൊന്നുകളയുന്നു. ആ ഒരു വാർത്തയും അടുത്ത ദിവസം ജനങ്ങൾ അറിയിക്കുകയാണ്. ജനങ്ങൾ വീണ്ടും അത് കൈയടിച്ച് തന്നെ സ്വീകരിക്കുന്നു. ജനങ്ങൾ ഒരുപാട് സന്തോഷിക്കുക, അംബ്രല്ല മാനെ അവർ ആഘോഷിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഇതെല്ലാം കാണുന്ന റാവിക്ക് വല്ലാതെ ദേഷ്യം വരും. ഒരു ക്രൈം നടന്നു കഴിഞ്ഞു, അതിന് മറ്റൊരു ക്രൈം പരിഹാരമല്ല എന്നാണ് റാവി വിശ്വസിക്കുന്നത്. പാരിമയുടെ കേസിന് മുൻപായിട്ട് ആ ഒരു അംബ്രല്ല മാനെ കണ്ടെത്തണമെന്നും റാവി തീരുമാനിക്കുന്നു. അതിനു വേണ്ടിയിട്ടുള്ള അന്വേഷണമായിരുന്നു പിന്നീട് അങ്ങോട്ട് റാവി നടത്തുന്നതും. ഓരോ CCTV ഫുട്ടേജായിട്ട് അവൾ ചെക്ക് ചെയ്യുന്നു. അവസാനം അംബ്രല്ല മാനെ കണ്ടെത്തുകയാണ്. ആ അംബ്രല്ല മാൻ മറ്റാരുമല്ല, പാരിമയുടെ ഹസ്ബൻഡിന്റെ ബെസ്റ്റ് ഫ്രണ്ടായിട്ടുള്ള കാർത്തിക് തന്നെയാണ്. കാർത്തിക് എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്നാൽ, മുൻപ് കാർത്തികിന്റെ വൈഫിനെ ഒരാൾ വണ്ടിയിടിച്ച് തെറിപ്പിച്ചല്ലോ, എന്നിട്ട് കാർ നിർത്താതെ പോയി. അത് കാശുള്ള വീട്ടിലെ പയ്യനായതുകൊണ്ട് തന്നെയാണ് കേസ് തേഞ്ഞുമാഞ്ഞു പോയതും അവനിപ്പോൾ കൂളായിട്ട് പുറത്തിറങ്ങി നടക്കുന്നതും. അതുപോലെ തന്നെ പാരിമയുടെ കേസും വരൂ. ഈ പയ്യന്മാരെല്ലാവരും കാശുള്ള വീട്ടിലേതായതുകൊണ്ട് തന്നെ അവർ ഈ ഒരു കേസിൽ നിന്നും സുഖമായിട്ട് ഊരിപ്പോകും. പാരിമയ്ക്ക് നീതിയും കിട്ടില്ല. അതുകൊണ്ടാണ് താൻ നീതി നടപ്പിലാക്കാമെന്നും കാർത്തിക് തീരുമാനിച്ചത്. ഓരോരുത്തരെയായിട്ട് കാർത്തിക് കൊന്നൊടുക്കുവാനായും തീരുമാനിച്ചത്. ഇങ്ങനെയുള്ളവർ ഒരിക്കലും ഭൂമിയിൽ ജീവിക്കാൻ അവകാശമേ ഇല്ല എന്നാണ് കാർത്തിക് പറയുന്നതും. കാർത്തികാണ് അംബ്രല്ല മാൻ എന്ന് റാവി കണ്ടെത്തിയല്ലോ. കാർത്തികിനടുത്തെത്തുന്ന റാവിയാണെങ്കിൽ, നിങ്ങളാണ് അംബ്രല്ല മാൻ എന്നുള്ള കാര്യം ഞാൻ കണ്ടെത്തി കഴിഞ്ഞു. എന്തിനാ നിങ്ങളിങ്ങനെ ചെയ്യുന്നത്? ഇന്ത്യയിൽ ഓരോ 20 മിനിറ്റും ഓരോ പെൺകുട്ടികൾ വെച്ച് റേപ്പ് ചെയ്യപ്പെടുക. അതിനെതിരായിട്ടാണ് നിങ്ങളിങ്ങനെ ചെയ്യുന്നതെങ്കിൽ ഓരോ 20 മിനിറ്റും നിങ്ങൾ ഓരോ കൊലപാതകം വെച്ച് ചെയ്യേണ്ടി വരും. അത് നിങ്ങളെ കൊണ്ട് ചെയ്യാൻ കഴിയുമോ? ഒരു കുറ്റത്തിന് മറ്റൊരു കുറ്റം പരിഹാരമേ അല്ല. മാത്രവുമല്ല, ഒരു വശത്ത് ഇതുപോലുള്ള ക്രൂരമായിട്ടുള്ള റേപ്പും കാര്യങ്ങളും നടക്കുമ്പോൾ മറ്റൊരു വശത്ത് അവരെ കൊന്നൊടുക്കുന്നത് ശരിയായിട്ടുള്ള കാര്യമാണോ? നിങ്ങൾ കരുതുന്നത് നിങ്ങൾ നീതി വാങ്ങി കൊടുക്കുകയാണെന്നാണ്. പക്ഷേ അല്ല, നിങ്ങൾ വലിയ കൊലപാതകമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഈ ചെയ്യുന്നതിലൂടെ ഒരു കാര്യവും ഈ ലോകത്ത് നേരെയാകാൻ പോകുന്നില്ല. നിങ്ങൾ ചെയ്യുന്നത് അതിനേക്കാൾ വലിയ തെറ്റാണ്. ദയവ് ചെയ്ത് ഈ പ്രവൃത്തിയുടെ ഉപേക്ഷിക്കണം. പോലീസിൽ ചെന്ന് കീഴടങ്ങണമെന്ന് പറഞ്ഞിട്ടാണ് റാവി അവിടെ നിന്ന് പോകുന്നത്. റാവി പോയതിനു ശേഷം റാവി പറഞ്ഞതിനെക്കുറിച്ചെല്ലാം കാർത്തിക് ചിന്തിക്കുന്നു. റാവി പറയുന്നതെല്ലാം ശരിയാണല്ലോ എന്നും കാർത്തിക് ചിന്തിക്കുന്നു. അങ്ങനെ അടുത്ത ദിവസം റാവി എത്തുന്നത് കോടതിയിലേക്കാണ്. പക്ഷെ റാവി ആ ഒരു അംബ്രല്ല മാനെതിരായിട്ട് സംസാരിച്ചത് കൊണ്ട് തന്നെ കോടതിയിലുണ്ടായിരുന്ന ഒരാളാണെങ്കിൽ കറുത്ത മഷി റാവിക്ക് നേരെ കുടയുന്നു. എന്നാൽ റാവി ആ ഒരു മഷിയോട് കൂടിയാണ് ഹിയറിങ്ങിനായിട്ട് എത്തിയിരിക്കുന്നതും പാരിമയ്ക്ക് വേണ്ടിയിട്ട് അവൾ വാദിക്കുന്നതും.
പക്ഷേ ഇനി എന്തെന്നൊക്കെ പറഞ്ഞാലും പ്രതികൾക്കെതിരായിട്ട് ഒരു തരത്തിലുള്ള എവിഡൻസ് പോലും റാവിയുടെ കൈവശമില്ലായിരുന്നു. എങ്ങനെയെങ്കിലും എവിഡൻസ് കണ്ടെത്തണമെന്നും റാവി തീരുമാനിക്കും. അതിനു വേണ്ടിയിട്ടുള്ള അന്വേഷണമായിരുന്നു റാവിയുടേത്. അങ്ങനെ റാവിയാണെങ്കിൽ ഒരു CCTV ഫുട്ടേജ് കണ്ടെത്തുന്നു. പാരിമ കടത്തപ്പെട്ടു എന്ന് പറയുന്ന അതേ സമയത്ത് ഈ കാറ് പാസ് ചെയ്തു പോകുന്നത് ജിമ്മിലെ ഒരു CCTV ഫുട്ടേജിൽ നിന്ന് കിട്ടുകയുണ്ടായി. അതും പിന്നീട് അത് മാത്രമല്ല, ഇവർ തെളിവുകളെല്ലാം നശിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഇട്ടിരുന്ന ഡ്രസ്സെല്ലാം കത്തിക്കുന്നതിന് മുൻപായിട്ട് അവരൊരു ടെക്സ്റ്റൈൽസിൽ പോയി ഡ്രസ്സൊക്കെ വാങ്ങിയിരുന്നു. ആ ടെക്സ്റ്റൈൽസിലെ CCTV ഫുട്ടേജും റാവിക്ക് കിട്ടുകയാണ്. അത് രണ്ടുമാണ് ഇവർക്കെതിരായിട്ട് കൃത്യമായിട്ടുള്ളൊരു എവിഡൻസ് ആയിട്ട് റാവിയുടെ കൈവശമുള്ളത്. ഇത് മാത്രം പോരാ, ഇനിയും സ്ട്രോങ് ആയിട്ടുള്ള എവിഡൻസ് വേണമെന്നും റാവി ചിന്തിക്കുന്നു. അങ്ങനെ അടുത്ത ഹിയറിംഗിൽ റാവി പാരിമയെ കോടതിയിലേക്ക് കൊണ്ടുവരികയാണ്. കോടതിയിൽ കൊണ്ടുവന്നിട്ട് പാരിമയ്ക്ക് അന്ന് സംഭവിച്ച കാര്യങ്ങളെല്ലാം ജഡ്ജി ചോദിക്കുന്നുമുണ്ട്. മാത്രമല്ല, ഇവർ 4 പേരും ചേർന്ന് പാരിമയെ റേപ്പ് ചെയ്യുന്ന സമയത്ത് കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ചിരുന്നു. അതെന്താണെന്ന് കൃത്യമായിട്ട് മൊഴി കൊടുത്തിരുന്നു. ആ ഒരു കാര്യവും പാരിമ പറയുന്നുണ്ട്. എന്നാൽ പ്രതികളുടെ വക്കീലാണെങ്കിൽ പാരിമയെ വളരെ മോശമായിട്ടാണ് കോടതിയിൽ ഓരോന്ന് പറയുന്നത്. മാത്രവുമല്ല, പാരിമ അന്ന് ലേറ്റായിട്ട് പാർട്ടി കഴിഞ്ഞാണല്ലോ വരുന്നത്, അപ്പോൾ നിങ്ങൾ കുടിച്ചിട്ടൊക്കെയല്ലേ വന്നത് എന്നൊക്കെയുള്ള രീതിയിൽ വളരെ മോശമായിട്ട് ഒരു സ്ത്രീയെ എത്ര മോശമായിട്ട് പറയാൻ കഴിയുമോ അത്രയ്ക്കും മോശമായിട്ടാണ് പാരിമയെക്കുറിച്ച് പറയുന്നത്. അതെല്ലാം കേട്ട് ആകെ തകർന്നു പോവുകയാണ് പാരിമ. പാരിമയുടെ മുഖത്തിന്റെ ഒരു ഭാഗം അവന്മാർ ഇടിച്ച് ചതച്ചിരുന്നത് കൊണ്ട് തന്നെ തുണി മറച്ചുകൊണ്ടാണ് പാരിമ കോടതിയിലേക്ക് എത്തിയത്. എന്നാൽ പാരിമ ഇപ്പോൾ ആ തുണിയെടുത്ത് മാറ്റുകയാണ് ചെയ്തത്. തന്നോട് ഇത്രയും ക്രൂരമായി പെരുമാറിയവന്മാർ ഒരു തെറ്റും ചെയ്യാത്തതുപോലെ തന്നെ വെളിയിൽ കറങ്ങി നടക്കുന്നു. താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, എന്നിട്ടും തന്റെ സന്തോഷം നിറഞ്ഞ ജീവിതം ഇപ്പോൾ നരകതുല്യമാക്കി മാറ്റിയത് അവന്മാരാണ്. തനിക്ക് നീതി വേണം എന്ന മട്ടിലാണ് ജഡ്ജിയെ നോക്കിക്കൊണ്ട് പാരിമ നിൽക്കുന്നത്. അവളുടെ കണ്ണിലൂടെ അവളുടെ വേദന മനസ്സിലാക്കുവാനായി കഴിയും. എന്നാൽ ജഡ്ജി പറയുന്നത്, പാരിമയുടെ വേദനയെല്ലാം ഞങ്ങൾക്ക് മനസ്സിലാകും, പക്ഷേ കോടതിക്ക് വേണ്ടത് സ്ട്രോങ് ആയിട്ടുള്ള എവിഡൻസ് ആണ്. എവിഡൻസ് കിട്ടാത്ത പക്ഷം തങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്നാണ് ജഡ്ജി പറയുന്നതും. ആ സീൻ അവിടെ കട്ടായി. പിന്നീട് കാണിക്കുന്നത് റാവിയും കേസ് അന്വേഷിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥനും സ്ട്രോങ് ആയിട്ടുള്ള എവിഡൻസ് കണ്ടെത്തുവാനായി ശ്രമിക്കുകയാണ്. അപ്പോഴാണ് പാരിമയെ റേപ്പ് ചെയ്തത് 4 പേരല്ല 5-മതൊരാൾ കൂടി ഉണ്ടായിരുന്നെന്ന് പറഞ്ഞിരുന്നല്ലോ. ആ വണ്ടിയുടെ ഡ്രൈവറിനെ കണ്ടെത്തുകയാണ്. ഡ്രൈവറാണെങ്കിൽ അതേ നാട്ടിൽ തന്നെയുള്ള ആളാണ്. ഡ്രൈവർ ഒന്നും സംഭവിക്കാത്തതുപോലെ തന്റെ കുടുംബത്തോടൊപ്പം ഹാപ്പിയായിട്ട് ജീവിക്കുക. ഡ്രൈവറിന് ഭാര്യയും ഒരു മകളുമാണുള്ളത്. എന്നാൽ ഡ്രൈവറിനെ പോലീസുകാർ കൈയോട് പിടികൂടുക. എന്നാൽ മറ്റൊരു വശത്ത് പ്രതികളുടെ വക്കീൽ കരുതിയിരിക്കുന്നത്, എന്തായാലും റാവിയുടെ കൈവശം എവിഡൻസ് ഒന്നുമില്ലല്ലോ, അതുകൊണ്ട് ഇത്തവണ ഹിയറിംഗിൽ വന്നാലും അവർക്കൊന്നും തന്നെ ചെയ്യാൻ കഴിയില്ല എന്ന സന്തോഷത്തിലിരിക്കുന്ന സമയത്തായിരുന്നു ഡ്രൈവറിനെ കോടതിയിലേക്ക് ഹാജരാക്കുന്നത്. ആദ്യമായിട്ട് റാവി വിക്റ്റിമായിട്ട് കൊണ്ടുവന്നിരിക്കുന്നതോ ഡ്രൈവറിന്റെ മകളെയുമാണ്. അവിടെയാണ് എല്ലാവരും ഞെട്ടിപ്പോകുന്നത്. കുഞ്ഞിനോട് റാവി ചോദിക്കുന്നത്, പാരിമയെ റേപ്പ് ചെയ്ത ആ ദിവസമല്ലേ, അന്നേ ദിവസം ഈ കുഞ്ഞിന്റെ അച്ഛൻ വീട്ടിലേക്ക് വന്ന സമയത്ത് എന്തൊക്കെയാണ് ചെയ്തതെന്ന് കുഞ്ഞിനോട് ചോദിക്കുന്നു. ബാക്കിയുള്ള 4 പേരും പാരിമയോട് ഈ ഒരു ക്രൂരകൃത്യം ചെയ്തതിന് ശേഷം അവരെത്തിയിട്ട് തെളിവ് നശിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് അവരിട്ടിരുന്ന ഡ്രസ്സെല്ലാം കത്തിച്ചു കളയുകയാണല്ലോ ചെയ്തത്. എന്നാൽ ഈ ഡ്രൈവർ ചെയ്തതോ നേരെ വീട്ടിലേക്ക് വന്നിട്ട് തന്റെ ഡ്രസ്സ് ടെറസിൽ കൊണ്ടുവന്നാണ് കത്തിച്ചു കളഞ്ഞതും. ഇതെല്ലാം ഡ്രൈവറിന്റെ മകൾ കണ്ടു. അതെല്ലാം ആ കുട്ടി കോടതിയിൽ തുറന്നു പറയുകയാണ് ചെയ്തത്. മാത്രമല്ല, തന്റെ അച്ഛനാണ് പാരിമ എന്ന ആന്റിയോട് ഈ ഒരു ക്രൂരകൃത്യം ചെയ്തതെന്നും ആ കുട്ടി ജഡ്ജിയോട് പറയുന്നു. അത് കേൾക്കുന്ന എതിർഭാഗം വക്കീൽ പറയുന്നത്, എന്താ മോളെ, നീ നിന്റെ അച്ഛനെതിരായിട്ട് ഇങ്ങനെ സംസാരിക്കുന്നത്? നിനക്ക് നിന്റെ അച്ഛനെ ഇഷ്ടമല്ലേ എന്ന് ചോദിക്കുമ്പോൾ ആ കുട്ടി അതിന് മറുപടി പറഞ്ഞത് കേട്ട് എല്ലാവരും ഞെട്ടിപ്പോകുന്നു. എൻ്റെ അച്ഛൻ പാരിമ എന്ന ആന്റിയോട് മാത്രമല്ല ഈ ഒരു ക്രൂരകൃത്യം ചെയ്തിരിക്കുന്നത്, എൻ്റെ അമ്മയോടും ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. ഞാനതെൻ്റെ കണ്ണാൽ കണ്ടിട്ടുണ്ടെന്നും ആ കുട്ടി തുറന്നു പറയുന്നു. കുട്ടി പറയുന്നത് കേട്ട് എതിർഭാഗം വക്കീലിന് പോലും ഒന്നും പറയാൻ കഴിഞ്ഞില്ല. പാരിമയെ സപ്പോർട്ട് ചെയ്യുന്ന ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഒരു മൊഴിയായിരുന്നു ആ കുട്ടിയുടേത്. റാവി പറയുന്നത്, ഇന്ത്യയിൽ ഓരോ 20 മിനിറ്റും ഓരോ സ്ത്രീകൾ വെച്ച് റേപ്പ് ചെയ്യപ്പെടുകയാണ്. അതിന് കാരണം നമ്മുടെ സമൂഹം തന്നെയാ. ഒരു റേപ്പ് ചെയ്യപ്പെട്ട പെൺകുട്ടി തനിക്ക് സംഭവിച്ചത് സമൂഹത്തിൽ വന്ന് വിളിച്ചു പറയുകയാണെങ്കിൽ ആദ്യം അവളെയാണ് മോശക്കാരിയാക്കുന്നത്. അതാണ് ആദ്യം ഇല്ലാതാകേണ്ടത്. മനുഷ്യരിത്രയും ക്രൂരനായിട്ട് മാറാൻ കാരണം ഇന്നത്തെ സമൂഹം തന്നെയാണ്. സ്ത്രീകൾക്കെതിരായി നടക്കുന്ന ഇത്തരം പ്രവൃത്തികൾക്ക് നല്ല കടുത്ത ശിക്ഷ തന്നെ വരണം, നിയമം അതിനു വേണ്ടിയിട്ട് മാറണമെന്നും റാവി പറയുന്നു. അങ്ങനെ കോടതിക്ക് ആ ഒരു 5 പേരും കുറ്റവാളികളാണെന്ന് തെളിഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ 2 പേർ മരണപ്പെട്ടു പോയി. ഇനി ആകെയുള്ളത് 3 പേരാണ്. അവർക്ക് 3 പേർക്കും ഇരട്ട ജീവപര്യന്തം ശിക്ഷ വിധിക്കുന്നു. 3 പേരെയും ജയിലിലേക്ക് കൊണ്ടുപോകുന്ന സമയമായിരുന്നു കാർത്തിക് കോടതിയിൽ വന്ന് കീഴടങ്ങുന്നത്. താനാണ് ആ ഒരു അംബ്രല്ല കില്ലർ. തൻ്റെ ഭാര്യയ്ക്ക് സംഭവിച്ചതും തൻ്റെ കൂട്ടുകാരൻ്റെ ഭാര്യയ്ക്ക്
സംഭവിച്ചതും കൊണ്ട് തന്നെ ഉറപ്പായിട്ടും അവർക്ക് നീതി കിട്ടില്ല എന്ന് കരുതിയാണ് താൻ അങ്ങനെ ചെയ്തതെന്നാണ് കാർത്തിക് പറയുന്നത്. അങ്ങനെ കാർത്തികിനെയും കോടതി ശിക്ഷ വിധിക്കുന്നു. കാർത്തികിനെയും ജയിലിലേക്ക് കൊണ്ടുപോകുന്ന സമയത്താണ് മരണപ്പെട്ട 2 പയ്യന്മാരിൽ ഒരു പയ്യന്റെ അച്ഛൻ അവിടേക്ക് വരുന്നത്. അത് മറ്റാരുമല്ല, ഈ പയ്യന്മാരെല്ലാം ജാമ്യത്തിൽ ഇറക്കുന്നതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു അച്ഛൻ ശ്രമിച്ചിരുന്നല്ലോ, അയാളാണ് ഇപ്പോൾ കോടതിയിലേക്ക് എത്തുന്നതും. അയാളുടെ കയ്യിൽ തോക്കുമുണ്ട്. തന്റെ കയ്യിലുള്ള തോക്കെടുത്ത് കാർത്തികിനെ ഷൂട്ട് ചെയ്യുന്നു. എന്നാൽ അവിടേക്ക് പോലീസുകാരെത്തിയത് കൊണ്ട് തന്നെ അയാളെ തടഞ്ഞ് പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുകയാണ്. കാർത്തിക് വെടിയേറ്റ് താഴേക്ക് വീഴുവാനായി പോകും. താഴേക്ക് വീഴാൻ പോകുന്ന കാർത്തികിനെ റാബി വന്ന് താങ്ങുകയാണ്. എന്നിട്ട് പോലീസുകാരോട് എത്രയും വേഗം കാർത്തികിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുവാനായിട്ടും റാബി പറയുന്നു. കോടതിയിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം മുകളിൽ നിന്ന് പാരിമ്മയുടെ മകൻ കാണുന്നുണ്ട്. എന്താ മനുഷ്യരെല്ലാം ഇങ്ങനെയുള്ള സമൂഹത്തിലാണോ താൻ വളരുന്നത് എന്ന മട്ടിൽ നോക്കി നിൽക്കുകയാണ് പാരിമ്മയുടെ മകനും. നീ ഇതൊന്നും കാണേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ് പാരിമ്മ അവിടെ വന്നിട്ട് അവനെ കൂട്ടിക്കൊണ്ടു പോകുന്നു. തനിക്ക് നീതി ലഭിച്ചു എന്ന ചെറിയ സന്തോഷത്തിൽ പാരിമ്മ പിന്നീട് അങ്ങോട്ട് തൻ്റെ കുടുംബത്തോടൊപ്പം പഴയ സന്തോഷത്തോടു കൂടി ജീവിക്കുക. അതോടുകൂടി സിനിമയുടെ കഥയും അവസാനിച്ചു. സ്ത്രീകൾക്കെതിരായിട്ട് നടക്കുന്ന ഈ ഒരു അക്രമങ്ങൾക്കും അനീതികൾക്കും എതിരായിട്ട് നല്ല ശക്തമായിട്ടുള്ള നിയമം തന്നെ വരണം. ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അടുത്തൊരു സിനിമയുടെ കഥയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.